ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ക്രിസ്മസിനൊക്കെ പറ്റിയൊരു കേക്കാണ്, ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കൊരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ താങ്ക് യു ഷീല സാം ഫോർ സജസ്റ്റിംഗ് ക്യാരറ്റ് കേക്ക്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇപ്പം 1/2 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ പഞ്ചസാര അങ്ങ് കാരമലൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ്, അപ്പം 125 ml കപ്പായി യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ കാരമലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ച് വെക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് പട്ടയും 3 ഗ്രാമ്പൂവും പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിക്കയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി പിന്നെ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം. അതും 125 ml കപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മുടെ പഞ്ചസാര ഒന്ന് നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് വന്ന് കഴിയുമ്പം നമുക്കതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല കളറിൽ കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ കളറ് കുറഞ്ഞു പോയാൽ നമ്മുടെ കേക്കിൻ്റെ കളറ് കുറവായിരിക്കും, അതേസമയം കരിഞ്ഞു പോവുകയരുത്. പിന്നെ അപ്പം നമുക്കിനിയും പൊടിയെടുക്കാം. ഞാനിവിടെ മൈദ എടുത്തേക്കുന്ന 1 കപ്പ് മൈദ. അപ്പോൾ സ്പൂൺ കൊണ്ട് കപ്പിലേക്ക് കോരി എടുത്തിട്ട് അതിൻ്റെ മേളിൽ നിന്ന് വടിച്ച് മാറ്റി. 250 ml കപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ഒന്നിൽ പൊടി നന്നായിട്ട് 1-2 പ്രാവശ്യം ഇടഞ്ഞെടുക്കണം, അല്ലെങ്കിൽ വിസ്ക് കൊണ്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തു. എന്നിട്ട് നന്നായിട്ട് വിസ്ക് കൊണ്ട് ഇളക്കിയിട്ട് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമുക്കൊരു 50 ഗ്രാംസ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം. 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ക്യാരറ്റ് കേക്കല്ലേ, അപ്പോൾ ഞാനിവിടെ 3 മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ ഇനി ഗ്രേറ്റ് ചെയ്യണം. തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 15 ഡേറ്റ്സും കൂടെ എടുത്തു. അതും നല്ലതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടിയില്ലേ, അതിലേക്ക് ആ ഡേറ്റ്സും പിന്നെ ഒരു 1/4 കപ്പ് കാഷ്യൂ നട്ട്സും കൂടെ അരിഞ്ഞത് ചേർത്തു. ഇനിയിപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു ടിന്നാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ബട്ടർ പേപ്പർ ഇച്ചിരി നെയ്യ് പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാരറ്റ് നമുക്കങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ചെറിയ ഹോളിൽ കൂടെ ഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീരെ ചേർക്കാനും കുറഞ്ഞങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് പിന്നെ നമുക്കിത് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് മതി. അപ്പോൾ ഞാൻ എടുത്തതിൽ ഇച്ചിരി കൂടുതലുണ്ട്. ഞാൻ 1 കപ്പ് നിറച്ചെടുത്തു, ബാക്കി ഞാനങ്ങ് കഴിച്ചു. ഇനി പിന്നെ അല്ലേ അത് അവിടെ വെച്ചിരുന്ന് പിന്നെ അത് വേസ്റ്റായിപ്പോവും. ഇനിയിപ്പം നമുക്ക് 2 മുട്ട, ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് 2 മുട്ട ആവശ്യം. അപ്പോൾ 2 മുട്ട എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. പിന്നെ ഞാൻ എണ്ണ എടുത്ത് വെക്കാൻ മറന്നുപോയി, അപ്പോൾ ഇപ്പോൾ എണ്ണ എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റിഫൈൻഡ് ഓയിൽ 1/2 കപ്പിൻ്റെ പകുതി, അപ്പോൾ 1/4 കപ്പ് റിഫൈൻഡ് ഓയിലും പിന്നെ ബാക്കി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറും കൂടെ ചേർത്തു. എനിക്ക് ഈ ഓയിൽ തന്നെ ഇട്ട് കേക്ക് ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഓയിൽ തന്നെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ചൊവ പോലെ എനിക്ക് തോന്നും. അപ്പോൾ ഞാനത് എപ്പോഴും ഇങ്ങനെ ബട്ടറും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ 1/4 കപ്പ് ബട്ടർ എടുത്തു, ഉരുക്കിയതും 1/4 കപ്പ് എണ്ണ, മുഴുവൻ എണ്ണ വെച്ചിട്ടും ഉണ്ടാക്കാം. ഇനി നമുക്ക് ആ മുട്ട നന്നായിട്ട് അടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് അടിച്ചിട്ടുണ്ട്.
എന്നിട്ട് അത് നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഈ എടുത്ത് വെച്ച എണ്ണ കുറേശ്ശെയായിട്ട് ചേർത്ത് അടിച്ചു കൊടുക്കാം. ആദ്യം മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ട് വേണം എണ്ണ ചേർക്കാനായിട്ട്. എണ്ണ ചേർക്കുമ്പോൾ ഒന്നിച്ചങ്ങോട്ട് ഒഴിക്കേണ്ട, കുറേ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ച് പതുക്കെ ഒഴിച്ച് അതിലേക്ക് ചേർത്താൽ മതി. ഇപ്പം നന്നായിട്ടിത് പതഞ്ഞ് അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് അങ്ങ് ചേർക്കാം. ഇനിയിപ്പോൾ വിസ്ക് വെച്ചോ ഒരു സ്പാറ്റുല വെച്ചോ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊടിയും ഡേറ്റ്സും കാഷ്യൂ നട്ട്സും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഇതിലേക്ക് ഫോൾഡ് ഇൻ ചെയ്യാം. ഇനി പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ ചേർക്കാം, കാരമൽ ചേർക്കാം. അപ്പോൾ കാരമൽ മുഴുവനായിട്ട് അങ്ങ് ചേർത്തേക്കാം. എന്നിട്ട് പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ബാക്കി പൊടിയും കൂടെ ചേർത്തങ്ങ് ഫോൾഡ് ഇൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ. നമ്മൾ സ്റ്റവ് ടോപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു. ഒരു ചരുവം വെച്ചിട്ട് അതിലേക്ക് ഉപ്പും ചേർത്ത് ഒരു സ്റ്റാൻഡും വെച്ചിട്ട് അടച്ച് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ വെച്ചിട്ടങ്ങ് ബേക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. ഇനിയിപ്പം ഓവനിലോട്ട് വെച്ചിട്ട് ബേക്ക് ചെയ്യാം. ഇതിപ്പം എനിക്കിത് ഒരു മണിക്കൂർ എടുത്തു ഇത് ബേക്കായിട്ട് വരാനായിട്ട്. ഓരോ ഓവൻ്റെ അനുസരിച്ച് ഓവൻ്റെ വലിപ്പവും, ഇപ്പോൾ ചെറിയ ഓവനാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം ബേക്കാവും. അതുപോലെ തന്നെ ഇച്ചിരി കൂടെ വലിയ ടിന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം ബേക്കാവും. അപ്പോൾ ഇപ്പം കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതെടുത്തൊന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു, ഭയങ്കര നല്ലതായിരുന്നു. നമുക്ക് ഈസി ആയിട്ട് ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഒത്തിരി ഫ്രൂട്ട്സ് വാങ്ങിക്കുകയും സോക്ക് ചെയ്യുകയും ഒന്നും വേണ്ട. ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കായത്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇപ്പോൾ കേക്ക് തണുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയുകയും ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോയല്ലേ. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറയും വീഡിയോ കണ്ടു നല്ലതായിരുന്നു, പക്ഷേ എല്ലാവരും അങ്ങ് ലൈക്ക് ചെയ്യാൻ മറന്നു. കണ്ടോ, നല്ല ടെക്സ്ചറാണ് കേക്കിൻ്റെ, നല്ല ടെക്സ്ചറാണ്. നല്ലതായിട്ട് ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേക്കിൽ, കാഷ്യൂ നട്ട്സും ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. See you all with a new video. Bye.